ഫുട്ബോളിലെ യുദ്ധസമമായ മത്സരം ഏതെന്ന ചോദ്യത്തിന് ഉത്തരം ഒന്നേയുള്ളൂ. ബാഴ്സലോണ റയൽ മാഡ്രിഡ് എൽ ക്ലാസിക്കോ പോരാട്ടം. അതിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയും ലിയോണൽ മെസ്സിയും നേർക്കുനേർ എത്തുമ്പോൾ ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിച്ചത്. റൊണാൾഡോയും മെസ്സിയും യൂറോപ്പ് വിട്ടെങ്കിലും യുവതാരങ്ങൾ കളം വാഴുകയാണ് ഇപ്പോൾ. കിലിയൻ എംബാപ്പയോ ലെമിൻ യമാലോ? 2026 ആദ്യ കിരീടം ആര് സ്വന്തമാക്കും? ലെമിൻ യമാൽ, റോബർട്ട് ലെവൻഡോസ്കി, പെഡ്രി, മാർക്കസ് റാഷ്ഫോർഡ് എന്നിവരിലാണ് ഹൻസി ഫ്ലിക്കിന്റെ പ്രതീക്ഷകൾ. സമീപകാലത്ത് ബാഴ്സ മിന്നും ഫോമിൽ. ലാലിഗയിൽ കിരീടം നിലനിർത്താൻ ഇറങ്ങിയ കറ്റാലൻസ് നിലവിൽ 1ാം സ്ഥാനത്ത് തന്നെ. അവസാന 5 എൽ ക്ലാസിക്കോ പോരാട്ടങ്ങളിൽ 4ലും ജയിച്ചാണ് വരവ്. റയലിനെ തോൽപ്പിച്ച് കഴിഞ്ഞ സീസണിൽ സ്പാനിഷ് സൂപ്പർ കപ്പ് നേടിയെന്ന ആത്മവിശ്വാസവും ബാഴ്സയ്ക്കുണ്ട്. ഫ്ലിക്കിന്റെ കീഴിൽ സീസണിൽ 26 മത്സരങ്ങളിൽ നിന്ന് 20 മത്സരങ്ങളിലും ജയിച്ച് മികച്ച പ്രകടനമാണ് കറ്റാലൻസ് പുറത്തെടുക്കുന്നത്. കഴിഞ്ഞ സീസണിലെ കണക്ക് തീർക്കാനാണ് റയൽ മാഡ്രിഡ് കളത്തിലിറങ്ങുന്നത്. കിലിയൻ എംബാപ്പെ, ഫെഡറിക്കോ വെൽവെർദെ, റോഡ്രിഗോ, വിനീഷ്യസ് എന്നിവരിലാണ് സാബി അലോൻസോയുടെ പ്രതീക്ഷ. കഴിഞ്ഞ സീസണിലെ എൽ ക്ലാസിക്കോയിൽ 4ൽ 4ഉം തോറ്റ റയൽ തിരിച്ചുവരവിന്റെ പാതയിൽ. സാബിക്ക് കീഴിലിറങ്ങിയ സീസണിലെ ആദ്യ എൽ ക്ലാസിക്കോയിൽ ജയിക്കാനായതും റയലിന് ആത്മവിശ്വാസം കൂട്ടുന്നുണ്ട്. സീസണിൽ 26 മത്സരങ്ങളിൽ നിന്ന് 19 മത്സരങ്ങളിൽ റയലിന് വിജയിക്കാനായി. ടോപ്പ് ഗോൾ സ്കോറർ പട്ടികയിലും മുന്നിലുള്ളത് റയൽ താരങ്ങൾ തന്നെ. ലാലിഗയിൽ 18 ഗോളും ചാമ്പ്യൻസ് ലീഗിൽ 9 ഗോളുമായി എംബാപ്പയാണ് മുന്നിൽ. കഴിഞ്ഞ സീസണിൽ റയലിന് മേൽ ആധിപത്യം പുലർത്തിയ ബാഴ്സയേക്കാൾ ജയം റയലിനുണ്ട്. ഇതുവരെ ഇരുവരും നേർക്കുനേർ എത്തിയത് 264 എൽ ക്ലാസിക്കോ പോരാട്ടങ്ങളിൽ. 106ൽ റയൽ ജയിച്ചപ്പോൾ 104ൽ ബാഴ്സലോണയും ജയിച്ചു. 54 മത്സരങ്ങളിൽ സമനിലയിൽ പിരിഞ്ഞു. സ്പാനിഷ് സൂപ്പർ കപ്പിന് ശേഷം ലാലിഗയിലെ അവസാന മത്സരത്തിലാണ് വീണ്ടും ഒരു എൽ ക്ലാസിക്കോ പോരാട്ടത്തിന് ഫുട്ബോൾ ആരാധകർ സാക്ഷ്യം വഹിക്കുക. സൂപ്പർ കപ്പ് കിരീടം നിലനിർത്താൻ ബാഴ്സയും തിരിച്ചുപിടിക്കാൻ റയലും. സൗദിയിലെ ജിദ്ദയിൽ പോരാട്ടം തീപാറും.